തൃശൂർ പീച്ചിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 58കാരൻ മരിച്ചു. താമര വെള്ളച്ചാൽ ഊരിലെ പ്രഭാകരനാണ് മരിച്ചത്. വനത്തിൽ വെച്ച് രാവിലെ 8:30യോടെയാണ് അമ്പഴച്ചാലിൽ വെച്ച ആക്രമണമുണ്ടായത്. പ്രഭാകരനൊപ്പം ഉണ്ടായിരുന്ന മകൻ മണികണ്ഠൻ, മരുമകൻ ലിജോ എന്നിവർ ഓടി രക്ഷപ്പെട്ടു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് തിരിച്ചു. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, വീണ്ടും കാട്ടാനക്കലി സംസ്ഥാനത്ത് ഒരു മരണം. വിവരങ്ങൾ പറയൂ. ഇന്ന് രാവിലെ 8:30യോടുകൂടിയാണ് ഈ പ്രഭാകരന്റെ മരണമുണ്ടാകുന്നത്. ആന ആക്രമണത്തിൽ വനവിഭാഗങ്ങൾ ശേഖരിക്കാൻ പോയ പ്രഭാകരൻ ആനയുടെ ചവിട്ടേറ്റ് മരിച്ചു എന്നുള്ളതാണ് രക്ഷപ്പെട്ടു വന്ന മരുമകനും മകനും നാട്ടുകാരെ അറിയിച്ചത്. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അടക്കം വിവരങ്ങൾ അറിയിച്ച് ഇവർ ആ സ്ഥലത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ജനവാസ മേഖലയിൽ നിന്നും 6-7 കിലോമീറ്റർ അകലെ ഉൾക്കാട്ടിലാണ് പ്രഭാകരന്റെ മൃതദേഹമുള്ളത്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് പ്രഭാകരനും മകനും മരുമകനും ലിജോയും മണികണ്ഠനും ചേർന്ന് തൃശൂർ പീച്ചിയിൽ ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള താമര വെള്ളച്ചാൽ ഊരിൽ നിന്നും ഈ അമ്പഴച്ചാൽ എന്ന് പറയുന്ന വനപ്രദേശത്തേക്ക് പോകുന്നത്. അമ്പഴച്ചാലിൽ ഇവർ 8:30യോടുകൂടി എത്തുമ്പോൾ ഈ വനത്തിന് ഉള്ളിലുള്ള പ്രദേശത്ത് വെച്ച് ഒരു ആന ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. സംഭവത്തിൽ ലിജോയും മണികണ്ഠനും ഓടി രക്ഷപ്പെട്ടെങ്കിലും ഈ പ്രഭാകരൻ ആനയ്ക്ക് മുന്നിൽ പെടുകയും ആന നിലത്ത് വീഴുകയും ആന ഇയാളെ ചവിട്ടി കടന്നു പോവുകയും മറ്റുമായിരുന്നു എന്നുള്ളതാണ് വിവരം. ഈ രക്ഷപ്പെട്ടു വന്ന മണികണ്ഠനും ലിജോയുമാണ് കാടിന് പുറത്തെത്തി ഈ വിവരം നാട്ടുകാരെ അറിയിച്ചത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അടക്കം വിവരം അറിയിച്ചതോടുകൂടി ഏകദേശം ഒരു അരമണിക്കൂർ മുൻപേ ഇവർ പീച്ചി ഫോറസ്റ്റ് റേഞ്ചിലുള്ള അമ്പഴച്ചാൽ എന്ന പ്രദേശത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും പ്രഭാകരന്റെ മൃതദേഹം അടക്കം പുറത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. പീച്ചി പോലീസും ചേർന്നാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം ഇപ്പോൾ കാട്ടിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത്. ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകളും ഇവർക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതേസമയം നിരന്തരമായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണത്തിനെതിരെ പ്രദേശവാസികൾ പരാതിപ്പെട്ടിട്ടും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകൾ പരാതി പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഈ പ്രഭാകരന്റെ മരണത്തിന് പിന്നാലെ ഒരു പ്രതിഷേധത്തിനു കൂടി ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. ഏതായാലും ദൗർഭാഗ്യകരമായ സംഭവമാണ് തൃശൂരിൽ ഇത്തരത്തിലൊരു കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ പൊലിയുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ സംസ്ഥാനത്ത് 5 പേരാണ് കാട്ടാന ആക്രമണത്തിൽ മരിച്ചത്. ഒടുവിലത്തെ ഇരയാണ് താമര വെള്ളച്ചാൽ ഊര് സ്വദേശിയായിട്ടുള്ള പ്രഭാകരന്റേത്. ഈ സംഭവത്തിൽ കടുത്ത പ്രതിഷേധം ഉയരുകയാണ്. ജനങ്ങളടക്കം അവിടെ സംഘടിച്ച് പ്രതിഷേധിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള സൂചനകളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. വനവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ ഇവർ വനത്തിലേക്ക് യാത്ര തിരിക്കുകയാണ് പ്രഭാകരന്റെ ബോഡി കണ്ടെടുക്കുന്നതിനും മറ്റുമായിട്ട്. ഏതായാലും ദൗർഭാഗ്യകരമായ സംഭവം. ഇന്ന് രാവിലെ 7 മണിയോടുകൂടി വനവിഭാഗങ്ങൾ ശേഖരിക്കാൻ കാട്ടിലേക്ക് പുറപ്പെട്ട പ്രഭാകരനെ ആന ചവിട്ടി കൊല്ലുകയായിരുന്നു എന്നുള്ളതാണ് വിവരം. അരുണ്യ. ലെവിൻ, ഈ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രദേശവാസികൾ എന്താണ് പറയുന്നത്? പ്രതിഷേധ സാഹചര്യമുണ്ടോ? അവരത്തരത്തിൽ പ്രതിഷേധത്തിന് തന്നെ ഒരുങ്ങുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നമുക്ക് പ്രദേശവാസികളുമായി ഫോണിൽ സംസാരിക്കാൻ കഴിഞ്ഞപ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങളാണ് അവർ പങ്കുവെക്കുന്നത്. ഏതായാലും പ്രഭാകരന്റെ ബോഡി കാടിന് പുറത്തെത്തിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നടപടി എന്നവർ പറയുന്നു. അതിനുശേഷം പ്രതിഷേധ പരിപാടികളിലേക്കും മറ്റും ആലോചിക്കും. അതിനുശേഷം പ്രതിഷേധത്തിലേക്ക് കടക്കാനുമാണ് നാട്ടുകാർ തീരുമാനിച്ചിട്ടുള്ളത്. അരുണ്യ. ശരി, ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.